ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 5ാം ക്ലാസ് അഹ്കാമു തജ്വീദിലെ അദ്ദറസുസാനി രണ്ടാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. എന്താണ് പാഠത്തിൻ്റെ പേര്? അൽ ഹംസത്തു ബഅദ സുക്കൂൻ. സുക്കൂനിന് ശേഷം വരുന്ന ഹംസകൾ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ കുറച്ച് ആയത്തുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വായിച്ചിട്ട് അത് ഉദാഹരണ സഹിതം പറയാം. എന്താണ്? മുകളിൽ കൊടുത്ത ആയത്തുകൾ ശ്രദ്ധിച്ചില്ലേ? എല്ലാ ആയത്തുകളിലും സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷം ചിലയിടത്ത് ഹംസ വന്നിട്ടുണ്ട്. ഇങ്ങനെ സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന ഹംസകളെ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. ഇല്ലെങ്കിൽ ഹംസ നഷ്ടപ്പെടുകയും സുക്കൂനുള്ള അക്ഷരത്തിന് ഷദ്ദ് വരികയും ചെയ്യും. ഇത് വലിയ തെറ്റാണ്. അതിനാൽ സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന എല്ലാ ഹംസകളെയും ശ്രദ്ധിച്ച് ഓതണം. അപ്പം എന്താണ് ഇവിടെ വന്നത്? ഇവിടെ ആയത്ത് മുഴുവനായിട്ട് ഞാൻ പറയുന്നില്ല. സുക്കൂന് വന്ന ഭാഗം ഇലൽ ഇബിലി, ഇലൽ ഇബിലി എന്നാണ് നമ്മളവിടെ ഓതുക. അപ്പോൾ ഇവിടെ ഇലൽ എന്ന ലാം അലിഫ് വന്നിട്ടുണ്ട്. ലാം അലിഫ്, ഇലൽ ഇബിലി, ലാമും അലിഫും കൂടി ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ലാമിന് ഇവിടെ സുക്കൂനും അതിൻ്റെ ശേഷം വന്ന അലിഫിന് ഹംസ നൽകി കസറ നൽകി ഈ എന്നാണ്. അപ്പം ഇലൽ ഇബിലി. അപ്പോൾ അവിടെ ശ്രദ്ധിച്ച് ഓതിയിട്ടില്ലെങ്കിൽ ഇലൽ ഇബിലി എന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ ഓതിയാൽ അവിടെ എങ്ങനെ വരും? ഇലല്ലിബിലി, ഇലല്ലിബിലി. ഹംസക്ക് പകരം ലാമിന് ഷദ്ദ് വന്നിട്ടുള്ളൊരു അക്ഷരമായിട്ട് നമുക്കവിടെ തെറ്റ് സംഭവിക്കും. അപ്പോൾ അതാണ് സുക്കൂനുകൾക്ക് ശേഷം വരുന്ന ഹംസകളെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇലൽ ഇബിലി അങ്ങനെ തന്നെ വ്യക്തമാക്കിയിട്ട് പറയണം. ഇലല്ലിബിലി എന്ന് പറയുമ്പോൾ ലാമിന് ഷദ്ദ് വരികയാണ് ചെയ്യുന്നത്. ഇലല്ലിബിലി, ഇലല്ലിബിലി എന്ന് പറഞ്ഞിട്ടൊരു അക്ഷരമായിട്ട് അവിടെ വരും. അപ്പോൾ അവിടെ തെറ്റ് വരാം നമുക്ക് സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ വഫിൽ ആഹിറത്തി, വഫിൽ ആഹിറത്തി എന്നുള്ളത് നമുക്ക് എങ്ങനെ വരാം? വഫില്ലാഹിറത്തി, വഫില്ലാഹിറത്തി, വഫില്ല അവിടെ ഷദ്ദ് വന്ന ഒരക്ഷരമായിട്ട് വരും, മനസ്സിലാക്കുക. അതുപോലെ വലൽ ആഹിറ, വലൽ ആഹിറത്ത് അവിടെയും വലല്ലാഹിറ, വലല്ലാഹിറ, വലല്ല അങ്ങനെ തെറ്റ് വരാം. അപ്പം വലൽ ആഹിറ, ലാമിന് സുക്കൂന് അടുത്ത അക്ഷരം ആ ഹംസ, മനസ്സിലാക്കുക. അതുപോലെ തന്നെ മിനൽ ഊല, മിനൽ ഊല എന്ന് ശ്രദ്ധിച്ചോതണം. മിനല്ലൂല, മിനല്ലൂല, രണ്ട് ലാമ് ഒന്ന് ഷദ്ദുള്ളൊരു അക്ഷരമായിട്ട് വരും, ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ ബലദിൽ അമീൻ, ബലദിൽ അമീൻ എങ്ങനെ ഓതി വരും? തെറ്റ് വരും നമുക്ക് സംഭവിക്കും. ബലദില്ലമീൻ, ബലദില്ലമീൻ, ലാമിന് ഷദ്ദ് വരും. ബലദില്ലമീൻ, സുക്കൂന് നഷ്ടപ്പെട്ട് ലാമിന് ഷദ്ദ് വന്ന്, മനസ്സിലാക്കുക. ഹംസ നഷ്ടപ്പെട്ടു പോയി. ബലദിൽ അമീൻ എന്നാണ് വരിക. അപ്പോൾ അത് ശ്രദ്ധിച്ചു പോതുക. ബലദിൽ അമീൻ എന്ന് ശ്രദ്ധിച്ചോതണം. അടുത്തതാ ലിയബ്ലുവക്കും അയ്യുക്കും, കും അയ്യുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം ഹംസ വന്നു. അപ്പോൾ ലിയബ്ലുവക്കും അയ്യുക്കും, ഇൽഹാർ ഇവിടെ വ്യക്തമാക്കിയിട്ട് സാക്കിന മീമിന് ശേഷം ഹംസ വന്നു, ഇൽഹാറിൻ്റെ അക്ഷരമാണ്, മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ വ്യക്തമാക്കിയിട്ട് ഓതണം. അതുപോലെ തന്നെ അയ്യുക്കും അഹ്സനും. അപ്പോൾ ഇവിടെയൊക്കെ തെറ്റ് വന്ന് എങ്ങനെ ഓതിപ്പോ നമ്മളെ? അയ്യുക്കും അഹ്സനു, അയ്യുക്കും അഹ്സനു, കും അഹ്സനു, മീമിന് ഷദ്ദ് വന്നുള്ള അക്ഷരമായിട്ട് വരും. അയ്യുക്കും അഹ്സനു അങ്ങനെ തെറ്റ് വന്ന് പാരായണം ആയി പോവരുത്. അപ്പോൾ അത് മനസ്സിലാക്കാനാണ് ഈ പാഠത്തിൽ പറയുന്നത്, മനസ്സിലാക്കുക. ഇനി തഹ്സീസായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരുന്നത് സൂറത്തുൽ ഹൂദ്, സുക്കൂനുകൾക്ക് ശേഷം വരുന്ന ഹംസകളൊക്കെ നന്നായി മനസ്സിലാക്കി പാരായണം ചെയ്യാൻ. പിന്നെ സൂറത്ത് യാസീന് 6ാമത്തെ ആയത്ത് മുതൽ 10ാമത്തെ ആയത്ത് വരെ റാത്തീബ് ഹദ്ദാദിൽ നിന്നുള്ള ആയത്തുകളും മനസ്സിലാക്കി പഠിക്കാം. ഇനി നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. അപ്പോൾ നമ്മുടെ ദഫ്തർ തോലിബിൽ സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം വരുന്ന ഹംസകളെ നഷ്ടപ്പെടാതെ പാരായണം ചെയ്യുന്നതിന് ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓതാനാണ്. ഇവിടെ വരുന്നു ഇലാഹുക്കും ഇലാഹും, ഇലാഹുക്കും ഇലാഹും, മനസ്സിലാക്കുക. ഇലാഹുക്കും ഇലാഹു ആയി പോകരുത്, ഷദ്ദുള്ള അക്ഷരമായിട്ട് വന്ന് പോകരുത്, മനസ്സിലാക്കുക. ഇനി അടുത്ത ആയത്തിലാ
അടുത്ത ആയത്തിൽ വരുന്നത് ഇതാ ഔ ഇസ്മൻ. ഔ എന്ന വാവിന് സുക്കൂന് വന്നു, പിന്നെ അംസ വന്നു. അപ്പോൾ ഇവിടെ ഔ ഇസ്മൻ അങ്ങനെ വ്യക്തമാക്കി ഓതണം, മനസ്സിലാക്കുക. ഔ ഇസ്മൻ, അവിടെ അംസ നഷ്ടപ്പെട്ടു പോവരുത്, മനസ്സിലാക്കുക. അടുത്ത ആയത്തിൽ എവിടെയാണ് വരുന്നത്? ഇതാ അലൈഹിം അന്തർത്തും. അലൈഹിം അന്തർത്തും. അതുപോലെ അന്തർത്തുഹും അം. അന്തർത്തുഹും അം, മനസ്സിലാക്കുക. ഇനി അടുത്ത ആയത്തിൽ എവിടെയാണ് വരുന്നത്? വ അന്നഹും ഇലൈഹി. സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന അംസകൾ. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. ഇനി ഹുവൽ അബ്തർ. ഹുവൽ അബ്തർ, മനസ്സിലാക്കുക. അന്തും ഇല്ല. അന്തും ഇല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് ചോദ്യം വരാം, എങ്ങനെ ഇൻ അന്തും ഇല്ലാ തക്ദിബൂൻ. ഇത് ശ്രദ്ധിച്ച് ഓതേണ്ട ഭാഗം ഏത്? അവിടെ ശ്രദ്ധിച്ച് ഓതണം. കാരണം എന്താണ് സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം അംസ വന്നത് കൊണ്ട് അവിടെ ശ്രദ്ധിച്ച് ഓതണം. സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം ഓതണം, ഇല്ലെങ്കിൽ ഹംസ നഷ്ടപ്പെടുകയും സുക്കൂനുള്ള അക്ഷരത്തിന് ശദ്ദ് വരികയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് അവിടെ ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം എന്ന് പറയുന്നത്, മനസ്സിലാക്കുക. അടുത്തത് വൽ അബ്സാറ. വൽ അഫ് ഇദ, മനസ്സിലാക്കുക. ബിറബ്ബിൽ കുൽ ഔദു. കുൽ ഔദു, മനസ്സിലാക്കുക. സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വരുന്നു. കുല്ലൗദു. കുല്ലൗദു പറയുമ്പോൾ നമ്മൾ കുല്ല ലാമിന് ശബ്ദ് വന്ന് ഹംസ നഷ്ടപ്പെട്ടു. കുല്ലൗദു ആ പോയി, മനസ്സിലാക്കുക. അപ്പം അങ്ങനെ തെറ്റുകൾ വരാതിരിക്കുക. ഇനി ഇവിടെ താഴെ തന്ന കളങ്ങളിൽ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ഓതിയതിൽ വന്ന അപ്പം നമ്മൾ ഇപ്പോൾ ഇതിൽ ഭാഗത്ത് ഓതിയതിൽ നിന്ന് ഹംസകൾ വന്ന സുക്കൂനുകൾക്ക് ശേഷം ഹംസകൾ വന്ന ആയത്തുകളിൽ നിന്ന് നമുക്കിവിടെ എടുത്തെഴുതാനാണ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം സം അ വൽ അബ്സോർ. സം അ വൽ അബ്സോർ എന്ന് എഴുതാം. പിന്നെ വൽ അബ്സോറ വൽ അഫ് ഇദ അതെടുത്ത് എഴുതാം. പിന്നെ നമ്മളിവിടെ ഒക്കെ അപ്പോൾ ഇത് ഒരു വേർഡ്സ് കൂട്ടിയിട്ട് എഴുതാം. എന്താ ഹത്തിയത്തൻ ഔസ്മൻ ഇലാഹുക്കും ഇലാഹും കുൽ ഇന്നമ ഇതുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് അടയാളപ്പെടുത്തുമ്പോൾ വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ അലേഹിം അന്തർത്തുഹും ഇത് എഴുതാം. പിന്നെ അന്തർത്തുഹും അംലം എഴുതാം. പിന്നെ അതൊക്കെ വ അന്നഹും ഇലാഹും ഹുവൽ അബ്തർ ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ എഴുതിയിട്ട് ആ ബോക്സുകൾ നമുക്ക് പൂരിപ്പിച്ചു കൊടുക്കാം. അടുത്ത നുജുബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന ഹംസകളെ ശ്രദ്ധയോടെ പാരായണം ചെയ്യാതിരുന്നാൽ സംഭവിക്കാവുന്ന കുറ്റങ്ങൾ എന്താണ് അവിടെ സംഭവിക്കുക? ശ്രദ്ധയോടെ പാരായണം ചെയ്തില്ലെങ്കിൽ ഹംസ നഷ്ടപ്പെടുകയും സുക്കൂനുള്ള അക്ഷരത്തിന് ശബ്ദ് വരികയും ചെയ്യും. ഹംസ നഷ്ടപ്പെടുകയും സുക്കൂനുള്ള അക്ഷരത്തിന് ശബ്ദ് വരികയും ചെയ്യും. അപ്പോൾ അതാണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത്, മനസ്സിലാക്കുക. അപ്പോൾ എത്രയാണ് ഹംസത്തു ബഅദ സുക്കൂൻ എന്ന പാഠഭാഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവരും നന്നായി മനസ്സിലാക്കുക. സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം വരുന്ന ഹംസകൾ, അത് ഏത് അക്ഷരവും വരാം. സുക്കൂനുള്ള അതിന് ശേഷം വരുന്ന അക്ഷരങ്ങൾക്ക് ഹംസ വരുമ്പോൾ ആ ഇ ഉ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം, ഇല്ലെങ്കിൽ ശബ്ദുള്ള ഒരക്ഷരമായിട്ട് അവിടെ നമുക്ക് തെറ്റ് സംഭവിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക, എല്ലാവരും ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.